കൊന്നിച്ചോ മിനസാൻ ഞാൻ ഉമിഷിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 16ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു കിഡിലൻ ചാപ്റ്റർ ആയിരിക്കും നോക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഉമിഷിൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്തവർ ഒന്ന് ഹൈപ്പ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. പിന്നെ നമ്മൾ ഏകദേശം 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താനായിട്ടുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എല്ലാ കൂട്ടരും ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആ ഒരു വലിയൊരു എക്സ്പ്ലോഷനാണ് കാണാൻ സാധിക്കുന്നത്. അവനുടെ അത് ഡോഡ് ചെയ്ത് മാറി. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. അതെങ്ങനെ വീണിരുന്നെങ്കിൽ അത്യാവശ്യം ഇഞ്ചുറി കിട്ടിയെന്നാം. അല്ല, അതാരാണ് ആ പൊടിയുടെ ഉള്ളിൽ ആരും നിപ്പുണ്ടല്ലോ. പക്ഷെ എൻ്റെ ക്യൂ എന്ന് എനിക്ക് സെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല. മേ ബി ഓർഡിനറി ആയിട്ടുള്ള ഒരുത്തനായിരിക്കും. പെട്ടെന്നായിരുന്നു അവൻ തൻ്റെ കൈകളൊന്ന് അനക്കിയത്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ പൊടിയെല്ലാം തന്നെ പല വഴിക്ക് പോയി. എന്ത് ഒന്ന് കൈ അനക്കിയപ്പോഴല്ലേ ആ ഡസ്റ്റെല്ലാം കൂടെ സെറ്റിലായത്. ഇതെങ്ങനെ? ഇവൻ ആരാണ്? ഇതേ സമയത്താണ് അവൻ്റെ കയ്യിൽ ഒരു തലയുണ്ടായിരുന്നു. അത് ദ സ്റ്റീൽ ബ്ലേഡ് മാസ്റ്ററിൻ്റെ ആയിരുന്നു. പിന്നെ കാണിക്കുന്നത് കുറച്ച് മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ നീ പറയുന്നത് നിന്നെ കൂടാതെ 4 പേര് കൂടെ ഉണ്ടെന്നാണല്ലേ? അതെ. അതേ സമയത്ത് അവൻ്റെ കാലും കൈയും എല്ലാം മുറിച്ചിട്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഇയാളൊന്ന് ഞെട്ടിയത്. കാര്യം അവൻ്റെ തലയിലും ഒരു പാരസിറ്റ് ഉണ്ടായിരുന്നു. അതവിടെ പൊട്ടിത്തെറിക്കാറായിരുന്നു. ഇവനപ്പോൾ അനാവശ്യമായി എന്തെങ്കിലും റിവീൽ ചെയ്തോ? അടുത്ത സെക്കൻഡ് തന്നെ അവൻ്റെ തല അങ്ങോട്ട് വെട്ടി കളഞ്ഞുകൊണ്ട് അതവിടെ അവൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇവന്മാരെല്ലാം കൂടി ഇവിടെ വന്നിരിക്കുന്നത് ആ ബ്ലഡ് ഓഫ് ദി കിറിനെ എടുക്കാനായിട്ടാണ്. ഇതങ്ങനെ അവരെ കിട്ടിയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് ചെല്ലണം. പക്ഷേ ഈ ഒരു വഴി അത് ശരിക്കും ലോങ് ആണ്. ഞാൻ എന്ത് ചെയ്യും? എന്നിട്ടാണ് അവൻ പറയുന്നത്, എനിക്കറിയാമായിരുന്നു ഈ ഒരു ഷോർട്ട് കട്ട് എന്തായാലും വർക്കാകുമെന്ന്. എന്നിട്ട് അവൻ്റെ തല അങ്ങോട്ട് വലിച്ചെറിഞ്ഞ് കൊടുക്കും. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അല്ല, റീഇൻഫോഴ്സ്മെൻറ്റോ? ഹിസ് മാജസ്റ്റിയുടെ റീഇൻഫോഴ്സ്മെൻറ്റ് വന്നിരിക്കുന്നു കൊണ്ട് അവരെല്ലാവരും ഉച്ചത്തിൽ കിടന്ന് അലറുന്നുണ്ട്. എന്ത് സ്റ്റീൽ ബ്ലേഡ് മോസ്റ്റർ ഈ ഒരു മേജറായുള്ള എംബ്രോ യൂണിഫോം ഗാർഡിൻ്റെ കൈ കൊണ്ട് മരിച്ചെന്നോ? ഇല്ല, അങ്ങനെ വരാൻ വഴിയില്ല. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു അവൻ ആ സ്പിയർ കൊണ്ട് അറ്റാക്ക് ചെയ്തിട്ട് പോയത്. ചേട്ടാ വിട്ടി, നീ എന്താണ് കാണിക്കുന്നത്? അവൻ്റെ മാർഷൽ ആർട്ട് ലെവൽസ് പോലും എന്താ നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നതിന് മുമ്പ് ഇയോനെ അവൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞിരുന്നു. എന്ത് നോക്കി നിൽക്കുവാണ്? മുന്നിൽ നിന്ന് മാറ്. പക്ഷേ ഇയോൺ തന്നെ കാലെടുത്ത് മുന്നിലേക്ക് വെച്ചു. എന്ത് അവൻ അറ്റാക്ക് നേരിടാൻ പോകുവാണ്? എനിക്ക് പോലും എൻ്റെ ബെസ്റ്റ് കണ്ടീഷനിൽ പോലും അത് ഡിഫ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? വിട്ടി, നീ മരണത്തിലേക്കാണ് ഇപ്പൊ കാലെടുത്ത് വെച്ചത്. ഞാൻ കാണിച്ചു തരാം. ഈ സ്പിയർമാൻഷിപ്പ് എന്ന് പറയുന്നത് സുപ്രീം സേബർ ഓഫ് ഡിവൈൻ മാർഷൽ ആർട്ടിന്റെ പിനക്കിളാണ്. നിനക്കിത് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ലടാ. എന്നാൽ ഇവനൊന്ന് ചിരിച്ചിട്ട് തൻ്റെ സോഡ് എടുത്തിട്ട് അതെല്ലാം നിസ്സാരമായി തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അതെല്ലാം തിരിച്ച് അവൻ്റെ നേരെ തന്നെ ഡിഫ്ലക്റ്റും ചെയ്തു. അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവനത് സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. അവൻ ഓരോ അറ്റാക്കും ഡിഫ്ലക്ട് ചെയ്തിരിക്കുന്നു. എന്നിട്ട് അവൻ നേരെ ബാക്കിലേക്ക് ചാടി മാറി. അവനിപ്പോൾ യൂസ് ചെയ്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ദി അൾട്ടിമേറ്റ് ഡിലൈറ്റ് ഫുഡ് മർഡർ ബ്ലേഡാണ്. അതും 5th ഫോം ഓഫ് ദി സുപ്രീം സേബർ ഓഫ് ഡിവൈൻ മാർഷൽ ആർട്ട്. ഇവനെങ്ങനെയാണ് ഇതറിയാവുന്നത്? അതിലുപരി എൻ്റെ കൈ നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എൻ്റെ 10 സ്റ്റാർ ക്യൂ യൂസ് ചെയ്തിട്ട് പോലും അവനൊന്നും എനിക്ക്. നീ ആരാണ്? ഇമ്പീരിയൽ പാലസിനെ ഒരു ഗാർഡിന് എങ്ങനെയാണ് ഇതറിയാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ആ സ്പിയർ മുന്നിലേക്ക് വെച്ചപ്പോഴാണ് അവൻ ഞെട്ടിയത്. കാര്യം അവൻ്റെ സ്പിയർ കംപ്ലീറ്റ്ലി പൊട്ടി തെറിച്ചു പോയി. നീ ശരിക്ക് സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? എനിക്ക് അവനെ സെൻസ് ചെയ്യാൻ പോലും സാധിച്ചില്ല. അവൻ ഇത്ര പെട്ടെന്നാണ് എൻ്റെ അടുത്തേക്ക്. അല്ല, ഇവൻ ശരിക്കും എംബ്രോ യൂണിഫോം കാർഡിലെ ഒരാളാണോ? അടുത്ത സെക്കൻഡ് ഇവൻ അവൻ്റെ തൊട്ട് മുമ്പിൽ നിന്ന് മാഞ്ഞുപോയി. എന്ത്? അവൻ മാഞ്ഞുപോയി. സ്പിയർ ബ്ലേഡ് താങ്കളുടെ പുറകിൽ നോക്കുന്നു പറയാൻ നേരത്ത് ഇവൻ അവൻ്റെ പുറകിലേക്ക് എത്തിയിരുന്നു. എന്നാൽ ഒന്നല്ല 4 ഉണ്ടായിരുന്നു. ഓരോ ആഫ്റ്റർ ഇമേജ് ഓരോ തലക ടെക്നിക്കാണ് യൂസ് ചെയ്തത്. ഇതെങ്ങനെയാണ് പോസിബിൾ ആയത്? എന്നിട്ട് അവൻ നേരെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. എന്നാൽ അറ്റാക്ക് ചെയ്യുന്നത് മറ്റൊരു രീതിയിലാണ്. അവൻ 2 തരത്തിലുള്ള ടെക്നിക്കാണ് യൂണിഫൈ ചെയ്തുകൊണ്ട് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുമോ? പിന്നെ കാണുന്നത് അവൻ്റെ ശരീരം മുറിച്ചുകൊണ്ട് ഇവൻ നേരെ പുറത്തേക്ക് വന്നതാണ്. അവൻ നേരെ മുട്ടുകുത്തി ചോര ഛർദ്ദിച്ചു. ഞാനിങ്ങനെയാണ് തോറ്റത്. എന്നോട് ക്ഷമിക്കണം. നീയോട്ട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. നമ്മൾ ജയിച്ചു. അവൻ നമ്മുടെ എനിമിനെ ഡിഫീറ്റ് ചെയ്തു. എനിക്കിപ്പോഴും അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എംബ്രോ യൂണിഫോം ഗാർഡാണോ ഇങ്ങനെ ചെയ്തത്? അല്ല, ഇതൊരിക്കലും സംഭവിക്കാൻ വഴിയില്ല. എംബ്രോ യൂണിഫോം ഗാർഡിൽ ഒരാൾക്ക് പോലും ഇത്രയധികം പവറില്ല. അതുമാത്രമല്ല, അവൻ സ്പിയർ ബ്ലേഡ് മാസ്റ്ററിനെ 2 ടെക്നിക്ക് യൂസ് ചെയ്താണ് ഡിഫീറ്റ് ചെയ്തത്. ഇതെന്തായാലും നല്ലതല്ല. സോ ഇവൻ ആരാണ്? അപ്പോൾ നീയും കൂടെ ഉള്ളല്ലേ?
ആ പറഞ്ഞപ്പോൾ അവൻ്റെ പുറത്ത് ഒരു ഒമ്നിയോസായുള്ള എനർജി അവന് ഫെൽറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. അടുത്ത സെക്കൻഡ് തന്നെ അവൻ നിലത്തേക്ക് അറ്റാക്ക് ചെയ്തു. ആ സ്മോക്കൊക്കെ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഈ സമയത്ത് ഇവനൊന്ന് ചിരിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ സ്പിയർ ബ്ലേഡിൻ്റെ അവസ്ഥയായിരിക്കും എനിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഞാൻ ഇവനെ ലൂർ ചെയ്തുകൊണ്ട് ബ്ലേഡ് മാസ്റ്ററിൻ്റെ അടുത്തേക്ക് ചെല്ലണം. പെട്ടെന്നാണ് അവനത് കണ്ട് ഞെട്ടി അവിടെ നിന്നത്. കാര്യം അവൻ നോക്കാൻ നേരത്ത് ഒത്തിരിയധികം സോഡ്സ് അവിടെ നിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് നീ നേരെ മുന്നിലേക്ക് നടന്നു വന്നു. നീ എന്താണ് വിചാരിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നോ? നാശം, ഈ സോഴ്സൊക്കെ ഇപ്പോൾ എവിടെ നിന്നാണ് വന്നത്? അല്ല, ഇത്രത്തോളം സോഴ്സ് റിയലിസ്റ്റിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവൻ നേരെ മുന്നിലേക്ക് ഓടി. ആ മോൺസ്റ്ററായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനെക്കാളും നല്ലത് ഈ സോഴ്സിനെ ഞാൻ ഡിഫീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ ഓടാൻ നേരത്ത് ആ സോഴ്സ് അവൻ്റെ നേരെ വന്നു. എന്നിട്ട് പെട്ടെന്ന് അവൻ ക്യൂ കൺട്രോൾ അവൻ്റെ സോളിലേക്ക് കലർത്തിയിട്ട് സുപ്രീം സേവർ ഡിവൈൻ മാർഷൽ ആർട്സ് സോഡ് ടെക്നിക്കിൻ്റെ 4th ഫോമുള്ള അൾട്ടിമേറ്റ് ഡിസ്ട്രക്ഷൻ സോഡ് യൂസ് ചെയ്ത് അതെല്ലാം തന്നെ ഡിസ്ട്രോ ചെയ്യുന്നുണ്ട്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇതെല്ലാം ഐസാണ്. എൻ്റെ ടെക്നിക്കോട് ഇതെല്ലാം എനിക്ക് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പം നിൻ്റെ ഗാർഡ് ലെഡ് ഡൗൺ ചെയ്തു പോയല്ലോ. എന്തെന്ന് ചോദിക്കുന്നതിന് മുമ്പ് അവൻ്റെ കഴുത്ത് തന്നെ നമ്മുടെ ഇയോൺ അറുത്ത് മാറ്റിയിരുന്നു. ഇതെങ്ങനെ സാധിക്കും? ഇത്രയും സ്കിൽഫുള്ളുള്ള ഒരാൾ ഈ ലോകത്തുണ്ടായിരുന്നോ? അതെന്തായാലും കുഴപ്പമില്ല, അവനെന്തായാലും നമ്മുടെ സൈഡിലല്ലേ, അത് തന്നെ വലിയ കാര്യം. എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ആ മോൺസ്റ്റർ വുമനെ ഇവന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. സാർ, എത്ര പെട്ടെന്ന് താഴത്തേക്ക് പോ, ആ ഒരു ട്രഷർ ഒരിക്കലും നമുക്ക് അവർ കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? എന്നാൽ ഇവൻ അവൻ്റെ തൊട്ട് മുമ്പിൽ വന്ന് നിന്നു. ഇതെന്താണ്, ഈ അറ്റ്മോസ്ഫിയർ ശരിക്കും ചേഞ്ച് ആയല്ലോ. ഇവൻ എന്താണ് ഇങ്ങനെ? ഞാൻ നിൻ്റെ അലയല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? എന്താണ് ചോദിച്ചത്? ആ സമയത്ത് അവൻ്റെ കഴുത്തങ്ങോട്ട് ഇയോൺ അറുത്ത് കളഞ്ഞിരുന്നു. എല്ലാവരും ഇത് കണ്ട് ഞെട്ടിപ്പോയി. സാർ, താങ്കൾ എന്താണ് ഈ കാണിക്കുന്നത്? നിങ്ങൾക്ക് കണ്ടിട്ടും കാര്യം മനസ്സിലായില്ലെന്നാണല്ലോ തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ സൈഡിലല്ല, ഞാനാണ് ദി 10,000 ഗ്രേറ്റ് മൗണ്ടൻസിൻ്റെ മാസ്റ്റർ. ദി 10,000 ഗ്രേറ്റ് മൗണ്ടൻസോ? ഡിമോണിക്കൾട്ട്, ഞാൻ നിങ്ങളെ എല്ലാം വലിച്ച് കീറാൻ പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഇമ്പീരിയൽ പാലസിൻ്റെ ആ ഒരു പ്രിസണാണ്. അവിടെ 2 പേർ മരിച്ചു കിടപ്പുണ്ടായിരുന്നു. ഇമ്പീരിയൽ പാലസ് മാങ്ങത്തോലി. അവരുടെ കയ്യിലെയും കാലിലെ നഖങ്ങൾ അവർ പിഴുതെടുത്തു. അവരുടെ ശരീരത്ത് ഇത്രയുള്ള ആഴമേറിയ മുറിവുകൾ. അവരൊരിക്കലും ഇങ്ങനൊരു മരണമല്ല കാത്തിരുന്നത്. നാശം, എനിക്ക് ഇനി എല്ലാ ട്രേസും ഇവിടെ ഡിസ്ട്രോ ചെയ്യണമല്ലോ. ഞാൻ സത്യം പറഞ്ഞാൽ ലക്കിയായിരുന്നു. അവരുടെ അംബുഷ് ഞാൻ എങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്തത്. അതുമല്ല, ഞങ്ങൾ കൾട്ടിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. ഒന്നുമില്ലെങ്കിലും ഞങ്ങൾ കൾട്ടിൻ്റെ സ്പൈസ് അല്ലേ. സോ അവരെ നോക്കി സങ്കടപ്പെട്ടല്ലേ, അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അങ്ങനെ ഡാർക്ക്നെസ് എല്ലേ മെമ്പേഴ്സായ ഞങ്ങൾ ദ കൾട്ടിൻ്റെ നിഴലുകളാണ്. ഞങ്ങൾക്ക് കുടുംബമില്ല, കുട്ടികളല്ല, കൂട്ടുകാരുമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം ജീവിച്ച് തീർക്കുന്നത്. ദി ഹെവലി ഡീമൻ തന്നെ ഇവിടേക്ക് വന്ന് ഓരോ കോപ്സ് റിട്രീവ് ചെയ്തെന്ന് പറയുന്നത് അതൊട്ടും തന്നെ നിസ്സാരമായ കാര്യമല്ല. ഇവരെന്തായാലും അവരുടെ ജീവിതത്തിൽ ഒന്നും തന്നെ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ആ സമയത്ത് ഹിയോബങ് മനസ്സിൽ പറയുന്നുണ്ട്, ഇതെല്ലാം എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ അതിലും പ്രശ്നം എന്ന് പറയുന്നത് ടീമിലോട് കംപ്ലീറ്റ്ലി ദേഷ്യത്തിലാണ്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിനെ ഞാൻ ദേഷ്യത്തിൽ കണ്ടിട്ട് കുറച്ചധികം നാളുകളെ. ഡീമൻ ഇപ്പോൾ തന്നെ അവിടേക്ക് പോയിക്കുവാണ്. അദ്ദേഹത്തിന് കുഴപ്പമൊന്നും. നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുമോ? ഞാൻ ഡീമൻ ലോഡിൻ്റെ അടുത്തേക്ക് പോകുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ സ്ഥലം തന്നെ കിടന്ന് കുലുങ്ങായിട്ട് തുടങ്ങിയത്. അല്ല, എർത്തേക്ക് കാണോ? പെട്ടെന്നാണ് അവൻ ഞെട്ടിത്തെറിച്ചു പോയത്. കാര്യം ഒരു ഒമ്നോസുള്ള എനർജി മുകളിലേക്ക് പൊങ്ങി വരുന്നുണ്ടായിരുന്നു. നീ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നിർത്തിയിട്ട് പുറത്തേക്ക് പോകാൻ നോക്ക്. ഞാൻ ഡീമൻ ലോഡിനെ തേടി പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അകത്തേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് കുറേയധികം ട്രാപ്സ് ആണ്. ആ ട്രാപ്സ് ഒക്കെ നിസ്സാരമായി തന്നെ അവർ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. കണ്ടിട്ട് അതാണ് എക്സിറ്റ് എന്ന് തോന്നുന്നത്. അല്ല, ഈ കാണുന്നത് വെള്ളത്തിൻ്റെ നനത്ത് കനൽ കത്തുന്നോ? അല്ല, ഒന്നുകൂടെ നോക്കിയേ, അതെന്തോ റോക്കാണ്. അത് മാത്രമല്ല, അത് എന്താണ് മനസ്സിലാകുന്നില്ലോ. അതിനുപരി ഇവിടെ ശരിക്കും ഇവിടാണ്. ഏത് നാറിയാടാ ഇവിടേക്ക് കാലെടുത്ത് വെച്ചത്? ആ ഒരു മോൺസ്റ്റർ ലൈക്ക് വോയിസ് അതെവിടെ നിന്നാണ് വരുന്നത്? അത് മാത്രമല്ല, ആ ഫ്ലെയിംസ് ഉള്ള കാരണം എനിക്ക് പ്രസൻസ് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഡി നായേ, നീയാണോ അപ്പം ലാസ്റ്റ് ഗാർഡിയൻ? നായെന്നോ? അപ്പം അത് പെണ്ണിൻ്റെ ശബ്ദമായിരുന്നോ? ഇത്രയ്ക്ക് ധൈര്യമുള്ള സ്ത്രീ ഇവിടേക്ക് വന്നോ? നിനക്ക് പേടി എന്തെന്ന് അറിഞ്ഞൂടല്ലേ? നീ ഇമ്പീരിയൽ പാലസിൻ്റെ ട്രഷർ കൈക്കൊള്ളാനാണോ ഇവിടേക്ക് വന്നത്? എത്രയെന്ന് വെച്ചാടി നീ ഇങ്ങനെ പാത്തിരിക്കുന്നത്? എന്തേ, പേടിയാണോ? അതോ നീ കാണാൻ സുന്ദരിയല്ലേ? ഇതെന്താണ് ഇങ്ങനെയാണ് പെമ്പിള്ളേർ ഫൈറ്റ് ചെയ്യുന്നത്? ഈ മെത്തേഡൊക്കെ വർക്ക് ചെയ്യുക. പെട്ടെന്നാണ് അവൾ നേരെ പുറത്തേക്ക് വന്നത്. ആ കൊള്ളാം, വർക്ക് ചെയ്തല്ലേ. പക്ഷെ അവൾക്ക് എങ്ങനെയാണ് ആ ഫ്ലെയിംസിൽ സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? പിന്നെ കാണിക്കുന്നത് അവളുടെ കാലുകളാണ്. അവനത് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇത് ഇമ്പോസിബിളാണ്. അവൾ കത്തുന്നില്ല, പകരം അവൾ തന്നെ ഫയറാണ്. ഇവളൊരു മനുഷ്യനാണോ? ഞാൻ വിചാരിച്ചത് നീ ഒരു ഗാർഡിയൻ ആയിരിക്കുമെന്നാണ്.
പക്ഷേ ഞാൻ തേടി വന്ന ട്രഷറെ നീ തന്നെയാണല്ലേ. അതിനുശേഷം അവളുടെ ശരീരത്തുണ്ടായിരുന്ന ആ തീയൊക്കെ പതുക്കെ മായാനിട്ട് തുടങ്ങി. എന്നിട്ട് അവളുടെ കാല് പതുക്കെ റിവീലായി. അതിനുശേഷം അവളുടെ മുടി. പിന്നെ അവൾ നേരെ കൈ പൊക്കാൻ നിർത്ത് ദൂരത്തു നിന്ന് കുറച്ചധികം തുണി അവിടേക്ക് വന്ന് അവളുടെ ശരീരം മുഴുവൻ ചുറ്റാനിട്ട് തുടങ്ങി. ചുറ്റിയതിനു ശേഷം ആ ഒരു റെഡ് കളറിലെ അവരുടെ സ്കെയിൽസും പതുക്കെ പതുക്കെ മാഞ്ഞുപോയി. അതിനുശേഷമാണ് ആ ഒരു സ്ത്രീനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവളെ കാണുന്നിടത്ത് ശരിക്കും ഇവൾക്ക് ഏകദേശം 10-20 വയസ്സ് മാത്രമേ പ്രായമുള്ളല്ലോ. ഈ ഭംഗിയും വെച്ചിട്ടാണോടി നീ എന്നെ വെല്ലുവിളിച്ചത്? അപ്പോൾ ഞങ്ങളെ വെല്ലുവിളിക്കുവാണല്ലേ? ശവക്കല്ലർക്ക് കാവൽ നിൽക്കുന്ന ആളെ വെച്ച് നോക്കാറുത്ത് നീ ശരിക്കും അരകുണ്ടാണല്ലോ. ശവക്കല്ലറിയോ? ഞാൻ ഈ ട്രഷർ പ്രൊട്ടക്ട് ചെയ്യുന്നത് ദി ഫസ്റ്റ് എംബർ, ദി ഗ്രേറ്റ് മിങ് എംബർ ഉള്ള ഫൗണ്ടിങ് എംബറിന്റെ കാലം തൊട്ടാണ്. എന്നിട്ട് നിന്നെ പോലൊരു കള്ള് വന്നിട്ട് നീ എന്നെ ജഡ്ജ് ചെയ്യുന്നു? ഫൗണ്ടിങ് എംബറോ? അത് 200 വർഷങ്ങൾക്ക് മുമ്പല്ലേ? അത് കൊള്ളാം. അപ്പോൾ നീ 200 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടുള്ളതാണല്ലേ? സോ ആ കിറിൻ്റെ ബ്ലഡ് നിനക്ക് ഇമ്മോർട്ടാലിറ്റിയും തന്നോ? നിന്റെ കണ്ണിൽ ആക്രാന്തം മാത്രമേ ഉള്ളൂ വിട്ടികളെ. അടുത്ത സെക്കൻഡ് അവളുടെ കയ്യിലേക്ക് ആ ഒരു തീ പടർന്നു. എന്നിട്ട് പതുക്കെ ആ തീ മുകളിലേക്ക് പടർന്ന് അതൊരു ഡ്രാഗിൻ്റെ രൂപമായി മാറി. ഞാൻ ദി ഫസ്റ്റ് സുപ്രീം അല്ല റാൻ യങ്, ഫസ്റ്റ് ആൻഡ് ദി ഗ്രേറ്റ് മിങ് എംബറായുള്ള അവന് കൊടുത്ത വാക്ക് പാലിക്കാൻ പോവുകയാണ്. നീ എന്തായാലും ഇവിടുന്ന് ജീവനോടെ രക്ഷപ്പെടുത്തില്ലെന്ന് പറഞ്ഞിട്ട് അവളൊരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ആ ഒരു അറ്റാക്ക് ഒരു ഡ്രാഗനെ പോലെ അവിടേക്ക് വന്ന് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവൻ നേരെ വട്ടം കയറി നിന്നിട്ട് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നത്. എന്നാൽ അവൻ ഞെട്ടിത്തെറിച്ചു പോയി. കാര്യം അവൻ്റെ സോളിലേക്ക് ആ തീ പടർന്നു കയറി. അവനാട്ടെ അത് പെട്ടെന്ന് തന്നെ വലിച്ചെറിഞ്ഞു. എന്നാൽ അപ്പോഴേക്കും ആ തീ അവൻ്റെ കയ്യിലേക്ക് പടർന്നു കയറി. അല്ല ഇതെന്താണ്? പെട്ടെന്നാണ് അവൻ വേദന കൊണ്ട് അലറാനായിട്ട് തുടങ്ങിയത്. കാര്യം അവൻ്റെ ശരീരം ഉരുകി നിലത്തേക്ക് വീഴുന്നുണ്ട്. നീ എൻ്റെ ഫ്ലെയിംസിന് അത്ര പെട്ടെന്ന് ഡോഡ്ജ് ചെയ്യാന്ന് കരുതിയോ? അത് നിന്റെ മരണം വരെ നിന്റെ കൂടെ കാണും. എന്നാൽ അടുത്ത സെക്കൻഡ് അവളുടെ പുറകിൽ പോയിട്ട് അവളുടെ കഴുത്തങ്ങോട്ട് അറുത്ത് കളയും. പെട്ടെന്നാണ് അവൾ നേരെ ബാക്കിലേക്ക് ചാടിയത്. ഞാനവളുടെ കഴുത്താണ് അറുത്തത്. എന്നിട്ടും അവൾക്ക് നല്ല വേദനയുണ്ട്. രണ്ടിനും ജീവനോടെ കരിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ നീ ഒട്ടും മോശക്കാരിയല്ലല്ലോ. നീയും എൻ്റെ അൾട്ടിമേറ്റുള്ള ടെക്നിക്ക് നീ സർവൈവ് ചെയ്തല്ലേ. കുറച്ചധികം വർഷങ്ങളായി ഒരു വേർത്തിയുള്ള ഒപ്പോണിനെ ഞാൻ കണ്ടിട്ട്. നീ നിന്റെ ക്യൂ സർക്കുലേറ്റ് ചെയ്തിട്ട് നോക്ക്. ഈ സ്ത്രീയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ശരിയാണ്, ആ പെണ്ണിൻ്റെ ഫ്രെയിംസ് കാരണം ഞാൻ മരിക്കേണ്ടതായിരുന്നു. എന്തായാലും ഇനി അത് പറ്റത്തില്ല. ഞാനിവിടെ എന്തായാലും ഇത് ചെയ്യണം. ആ സെക്കൻഡിൽ അവൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഒരു കല്ല് വന്ന് അവൻ്റെ തലയുടെ മുകളിൽ വന്ന് വീണത്. അല്ല ഇതെന്താണ്? പിന്നെ അവൻ കണ്ണു തുറന്ന് നോക്കാതിർത്ത് മുകളിലുണ്ടായിരുന്ന ആ ഭിത്തി നിര പൊട്ടി നിലത്തേക്ക് വരുവാണ്. നാശം, എനിക്കിത് ഡോഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറയാൻ നേരത്ത് അവൻ്റെ തലയിലേക്ക് വന്ന് അത് വീണു. ഹൈ ബ്ലഡ് മാസ്റ്റർ എന്ന് പറയാൻ നേരത്ത് അത് വന്ന് വീണ് അവനോട് വീണ് കിടക്കും. നാശം, ആ വിട്ടി. പെട്ടെന്നാണ് അവളത് ശ്രദ്ധിച്ചത്. അവിടെ ആരോ ഉണ്ട്. ആ ഒരു ഔട്ട്ഫിറ്റ് കണ്ടിട്ട് അതൊരു എംബ്രോ യൂണിഫോം ഗാർഡ് പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അധികം താമസിച്ചില്ലല്ലേ. അവനവൻ്റെ ക്യൂയെ നന്നായിട്ട് ഹൈഡ് ചെയ്യുവാണ്. അത് മാത്രമല്ല ഒമ്നിയസും ഡേഞ്ചറസുള്ള ആ ഒരു ക്യൂയെ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഗാർഡിനെ പോലെയാണ് ഡ്രസ്സപ്പ് ചെയ്തിരിക്കുന്നത്. അവൻ ശരിക്കും സ്ട്രോങ്ങറാണ്. ഇനിയെങ്ങാനും ദി എംബറിൻ്റെ പേഴ്സണൽ ഗാർഡിയൻ ആയിരിക്കുമോ? ഞാൻ വിചാരിച്ചത് ആ സ്ത്രീനെ കൊന്നു കഴിയാൻ നേരത്ത് ഇതെല്ലാം തീരുന്നതാണ്. പക്ഷേ ഇത് അത്ര എളുപ്പമായിട്ട് തോന്നുന്നില്ല. ആൻഡ് അവൻ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവളുടെ കൂടെ ഉള്ളതായിരിക്കും. അപ്പോൾ അതിനർത്ഥം ഇത് അവളുടെ അലയാണെന്ന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. രണ്ടുപേരോട്ട് ഒരുമിച്ച് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും പരസ്പരം തെറ്റിദ്ധരിച്ചുകൊണ്ട് നേരെ മുന്നിലേക്ക് ആദ്യം ഞാൻ അവനെ കൊല്ലുമെന്നും പറഞ്ഞു ചെന്നു. അവരങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് അവർ തന്നെ അത് ശ്രദ്ധിച്ചത്. അല്ല, പെട്ടെന്നാണ് ഇയോൺ അവൻ്റെ വലത്തെ കയ്യിൽ ഹെവൻലി ഡീമൺസോടും ഇടത്തെ കയ്യിലേക്ക് ആ ഒരു വൈറ്റ് ഡ്രാഗനും അങ്ങോട്ട് എടുത്തത്. എന്ത് വൈറ്റ് ബ്ലേഡോ? അടുത്ത സെക്കൻഡ് അവൻ്റെ ഹെവൻലി ഡീമൺസോടും കംപ്ലീറ്റ്ലി അവിടേക്ക് വന്നു. അല്ല, ആ ഒരു ബ്ലാക്ക് ബേർഡ് അത് ഇവിടുന്നാണ്. പെട്ടെന്ന് അവരെ രണ്ടുപേരെ സൈമൾട്ടേനിയസ്ലി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അവൻ്റെ ഫ്ലെയിംസ് ഒക്കെ ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത്. ഇവൻ്റെ ടെക്നിക്കിൻ്റെ വീക്ക് പോയിന്റ്സ് ഒക്കെ എങ്ങനെയാണ് ഫിഗർ ഔട്ട് ചെയ്തത്? അതിലുപരി അവൻ 2 ബ്ലഡ്സും 2 തരത്തിലുള്ള ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതെങ്ങനെയാണ്? ഇവൻ ശരിക്കും ഡേഞ്ചറസ് ആണ്. ഞാൻ എൻ്റെ ഫുൾ പവർ യൂസ് ചെയ്യണമെന്ന് പറയുന്നിടത്ത് പെട്ടെന്ന് എന്നാട്ടെ പുള്ളിക്കാരുടെ ആ ഒരു ഡ്രാഗൺ ഫോമിലേക്ക് ചേഞ്ച് ചെയ്തു. എന്നിട്ട് അവൻ്റെ സോഡിനെ ഒന്ന് അറ്റാക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ഫ്ലെയിംസ് അതിലേക്ക് പടർത്തിയും അവൻ്റെ സോഡ് നന്നായിട്ട് പഴുത്ത് അവൻ്റെ കൈയും പൊള്ളാനായിട്ട് തുടങ്ങി. അവളെൻ്റെ വൈറ്റ് ഡ്രാഗൺ സേബർ ഇത്ര പെട്ടെന്ന് ചൂടാക്കിയോ? നീ എന്താണ് വിചാരിച്ചത്? ഈ കോൾഡ് ക്യൂയെ കൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുന്നോ? എങ്കിൽ നീ ഇതൊന്ന് ബ്ലോക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. അവൾ പെട്ടെന്നാണ് അവരുടെ ചുറ്റിനും കൗണ്ട്ലെസ് ആയുള്ള അറ്റാക്ക് ക്രിയേറ്റ് ചെയ്തത്. ഇയോണട്ടെ ഒന്ന് ഞെട്ടി. അടുത്ത സെക്കൻഡ് തന്നെ 12 എറ്റേണൽ ഫ്ലെയിംസ് തുറന്ന ഒരു അറ്റാക്ക് അവൾ അവിടെ ചെയ്തു. ഇത് മനസ്സിലാക്കിയ നമ്മുടെ സുപ്രീം സേബർ അവളാട്ടെ ഇതാണ് എൻ്റെ ചാൻസ് എന്ന് പറഞ്ഞിട്ട്
പുള്ളിക്കാരി ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട് സുപ്രീം സേബറിൻ്റെ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഒരു മാസീവുള്ള എക്സ്പ്ലോഷൻ തന്നെ അവിടെ സംഭവിച്ചു. അവൾ പെട്ടെന്ന് നേരെ ബാക്കിലേക്ക് ചാടി. അത് ശരിക്കും പവർഫുൾ ഉള്ള ഒരു ഫോഴ്സ് ആയിരിക്കണം. അവനിപ്പോൾ കത്തി ചാമ്പലിട്ടുണ്ടായിരിക്കും, അതെന്തായാലും കുഴപ്പമില്ല. പക്ഷേ അവളെന്തിനാണ് ആ എംബ്രോ യൂണിഫോം ഗാർഡിനെ അറ്റാക്ക് ചെയ്തത്? അല്ല, ഞാനിപ്പോൾ അവളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി. അത് നിന്റെ അലയല്ലായിരുന്നോ? എൻ്റെ അലയോ? നീ എന്താണ് പറയുന്നത്? ഞാൻ ഓർത്തത് അവൻ നിന്റെ കൂടെ വന്നെന്നാണ്. അപ്പോൾ അത് അവളുടെ അലയല്ലായിരുന്നല്ലേ? അപ്പോഴാണ് അവർ രണ്ടുപേരും പരസ്പരം ആ ഒരു സത്യം മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ആ ഒരു എംബ്രോ യൂണിഫോം ഗാർഡ് അതാരാണ്? ആ സമയത്ത് ആ സ്മോക്കിൻ്റെ ഇടയിലൂടെ നമ്മുടെ ഇയോൺ തന്റെ തലയെന്ന് ഉയർത്തി. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നത്.